നിലമ്പൂരിന്റെ ആകാശത്ത് നിന്ന് നോക്കുമ്പോൾ ആവേശഭരിതമായിട്ടുള്ള തെരഞ്ഞെടുപ്പ് പോരാട്ടം നടക്കുന്ന നിലമ്പൂരിനെയാണ് താഴെ കാണുക. നിങ്ങൾ ദൃശ്യങ്ങളിൽ കാണുന്ന മുഴുവൻ ആളുകളും രാഷ്ട്രീയം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ യാതൊരു അത്ഭുതവുമില്ല. എല്ലാ ആൾക്കാരും തന്നെ രാഷ്ട്രീയം ചർച്ച ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട അത്യധികം പ്രാധാന്യമുള്ള ഒരു തെരഞ്ഞെടുപ്പിന് അകത്തേക്കാണ് നമ്മൾ പ്രവേശിച്ചിരിക്കുന്നത്. ഇവിടെ ആര്യാടൻ ഷൗക്കത്താണോ എം സ്വരാജാണോ PV അൻവറാണോ വിജയിക്കുക എന്നത് നമ്മൾ ഈ വോട്ടിങ്ങിന് ശേഷം പോളിംഗിന് ശേഷം മാത്രമേ അറിയുകയുള്ളൂ. പക്ഷേ ഇവിടെ നടക്കുന്ന തെരഞ്ഞെടുപ്പ് അങ്ങേയറ്റം രാഷ്ട്രീയ പ്രാധാന്യമേറിയ തെരഞ്ഞെടുപ്പാണ് എന്ന കാര്യത്തിൽ ആരും സംശയിക്കുന്നില്ല എന്ന് നമുക്കറിയാം. ഇപ്പോൾ നമ്മുടെ യൂട്യൂബ് ലൈവിന് താഴെ ഒരാൾ എഴുതിയിരിക്കുന്നത് പോലെ ഈ തെരഞ്ഞെടുപ്പ് തോറ്റാൽ VD സതീശൻ തീർന്നു എന്നാണ് അഫ്സൽ എന്നൊരു പ്രേക്ഷകൻ എഴുതിയിരിക്കുന്നത്. അദ്ദേഹം VD സതീശൻ വളരെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതാവാണ്, ഒരുപാട് കാലത്തെ രാഷ്ട്രീയ പ്രവർത്തന പരിചയമുള്ള രാഷ്ട്രീയ നേതാവാണ്. അതുകൊണ്ട് ഒരു തെരഞ്ഞെടുപ്പ് തോൽവി കൊണ്ടൊന്നും അദ്ദേഹം ഇല്ലാതായി പോകുന്ന ആളല്ല ആ പ്രേക്ഷകൻ എഴുതിയതുപോലെ. പക്ഷേ എങ്കിലും അതിനകത്തൊരു പ്രധാനപ്പെട്ട രാഷ്ട്രീയ വിഷയം കിടക്കുന്നുണ്ട്. അതായത് ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും നിർണായകമായുള്ള തീരുമാനങ്ങളെല്ലാം എടുത്ത രാഷ്ട്രീയ നേതാവിൻ്റെ പേര് VD സതീശൻ എന്നാണ്. അദ്ദേഹം അതിശക്തമായിട്ടും വളരെ ബോൾഡായിട്ടും എടുത്ത രണ്ട് നിലപാടുകൾ ഈ നിലമ്പൂരിലെ ഇത്രയും കാലത്തെ രാഷ്ട്രീയ ചർച്ചയെ പ്രധാനപ്പെട്ടതും പ്രസക്തിയേറിയതുമായിട്ട് മാറ്റിയിട്ടുണ്ട്. അതിൽ ഒന്നാമത്തേത് PV അൻവറിനെ കൂടെ ചേർക്കേണ്ടതില്ല എന്ന നിലപാടാണ്. രണ്ടാമത്തേത് ജമാഅത്തെ ഇസ്ലാമിയുടെ വെൽഫെയർ പാർട്ടിയെ കൂടെ ചേർക്കാം എന്ന നിലപാടാണ്. അല്ലെങ്കിൽ അവർക്കൊപ്പം വെൽഫെയർ പാർട്ടിക്ക് ഈ മതതീവ്രവാദമില്ല, അവർ മതരാഷ്ട്രത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്നില്ല, മതരാഷ്ട്രവാദികളല്ല എന്ന് പറഞ്ഞതാണ്. അതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പിലെ വിജയമോ പരാജയമോ ഏറ്റവും കൂടുതൽ ബാധിക്കാൻ പോകുന്ന രാഷ്ട്രീയ നേതാവിൻ്റെ പേര് നിശ്ചയമായിട്ടും VD സതീശൻ എന്നാണ്. ഇവിടെ ആര്യാടൻ ഷൗക്കത്ത് വിജയിക്കുകയാണെങ്കിൽ അത് VD സതീശൻ്റെ വലിയ വിജയമാണ്. ഇവിടെ ആര്യാടൻ ഷൗക്കത്ത് തോറ്റുപോവുകയാണെങ്കിൽ അത് VD സതീശൻ്റെ വലിയ പരാജയമായിരിക്കും. പക്ഷേ അതുകൊണ്ടൊന്നും അദ്ദേഹം ഇല്ലാതായി പോകുന്നില്ല ഈ പ്രേക്ഷകൻ ഇതുപോലെ. പക്ഷേ എങ്കിലും അത് അങ്ങനെ സവിശേഷ സംസ്ഥാന രാഷ്ട്രീയ പ്രാധാന്യമുള്ള ഒരു വിഷയമാക്കിയിട്ട് തെരഞ്ഞെടുപ്പ് മാറ്റുന്നുണ്ട്. സുജിത്തും ലിജോയും കൂടെ നമ്മോടൊപ്പം ചെയ്യുന്നുണ്ട്. സുജിത്ത്, ഞാനീ പറയത്തിട്ട് വല്ലതും ഉണ്ടോ? കറക്റ്റല്ലേ? കറക്റ്റാണ്. കാര്യം ഇപ്പോൾ നമ്മൾ ഒന്നോ രണ്ടോ ആഴ്ചയുടെ ഇടവേളയിലേക്ക് ഇവിടെ പ്രോഗ്രാം പ്രൊഡക്ഷനുമായിട്ട് വരുന്നതാണല്ലോ. ഇപ്പോൾ പ്രസാദനാണെങ്കിലും ആസിഫാണെങ്കിലും അല്ലെങ്കിൽ പിന്നെ ശാന്തനാണെങ്കിലും കഴിഞ്ഞ തവണ ഇവിടെ വന്നപ്പോൾ നമ്മളോട് പറഞ്ഞ ഒരു ചിത്രം നമ്മൾ വന്നു പോകുമ്പോൾ ചോദിച്ചാണല്ലോ അറിയുന്നത്. അത് കഴിഞ്ഞ തവണ ഇത് ഡയറക്റ്റായിട്ട് സ്വരാജ് പെട്ടെന്ന് ഇങ്ങോട്ടേക്ക് വന്നതിൻ്റെ ഒരു ഇത്രയും വലിയൊരു സ്ഥാനാർത്ഥി വരുമോ, അപ്പോൾ ഒരു ഫൈറ്റ് കൊടുക്കുന്നു. അപ്പോൾ ഷൗക്കത്തിൻ്റെ ഭാഗത്ത് ഈ രണ്ട് ക്യാമ്പിൻ്റെ തമ്മിലൊരു മത്സരമായിട്ടാണ് കാണുന്നത്. അപ്പോൾ അവിടെ ഈ അൻവറിൻ്റെ കാര്യം അൻവർക്ക് ചെയ്യാൻ പോകുന്നില്ല, ഇതായിരുന്നില്ലേ. പക്ഷേ ഇപ്പോൾ ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്ക് ഇതിനൊരു ക്യാരക്ടർ മാറി, സീൻ മാറി. ഇന്നലെ നമ്മൾ പിന്നെ രാത്രിയിൽ പൊളിറ്റിക്കൽ മാസ്റ്റർ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതുവഴി യൂസുഫ് പത്താനുമായിട്ട് അൻവറിൻ്റെ ആ പരിപാടി റോഡ് ഷോ പോകുന്ന സമയത്ത് നമ്മുടെ രണ്ട് ഗസ്റ്റുകൾക്ക് അവിടെ എത്താനാകാത്ത വിധം നിലമ്പൂരിൽ നിറഞ്ഞ് കവിഞ്ഞ് ബ്ലോക്കാവുകയാണ്. നമ്മളെപ്പോലും നമ്മുടെ പ്രോഗ്രാമിനെ പോലും അത് ബാധിച്ചു. അപ്പോൾ ആക്ച്വലി ഇപ്പോൾ സംഭവിക്കുന്നത് എന്താണെന്ന് പറഞ്ഞാൽ ത്രികോണ മത്സരം എന്നൊരു ചിത്രത്തിലേക്ക് പൂർണ്ണമായിട്ടും എത്തുന്നു എന്നൊരു പ്രതീതിയെങ്കിലും ഉണ്ട്. എങ്ങനെയാണിത് വരിക, വോട്ടിംഗ് ടേൺ എങ്ങനെയാണ് ഓരോരുത്തേക്കും വരിക എന്ന് അറിയില്ല. കഴിഞ്ഞ തവണ നമ്മളിവിടെ വരുമ്പോൾ, കഴിഞ്ഞ ആഴ്ചയിലൊക്കെ ഇവിടെ വരുമ്പോൾ പറയുന്നത് അൻവർ ചിലപ്പോൾ ഒരു 5000 വോട്ട് മാക്സിമം ഒരു 8000 വോട്ടൊക്കെ പിടിക്കുമോ. ഇപ്പോൾ ഇത് ത്രികോണ മത്സരമാണെന്ന് പറയാനും ചിലരൊക്കെ ഒരു 10,000 20,000 വോട്ട് പിടിക്കുമെന്ന് പറയും. ഇപ്പോൾ ഇന്ന് കുറച്ച് മുമ്പ് ശാന്തട്ടൻ പറയുന്നത് കേട്ടു, ചില ഗ്രൂപ്പുകളിലൊക്കെ ബെറ്റിംഗ് നടക്കുകയാണ്, വലിയ പൈസക്ക് ബെറ്റ് വെക്കുകയാണ് അൻവർ ജയിക്കുമെന്ന് പോലും. അത്തരത്തിൽ ആളുകൾക്ക് വലിയ സംഖ്യ വെച്ച് ബെറ്റ് വെക്കാൻ പോലുമുള്ള കോൺഫിഡൻസിലേക്ക് ഇവിടുത്തെ പ്രസൻസ്. അത് നമ്മളിപ്പോൾ ചർച്ച ചെയ്തതിൻ്റെ മുഴുവൻ ഏതാണ്ടൊരു 3/4 ഭാഗം അൻവറിനെ ചുറ്റിപ്പറ്റിയാണ്. ഇവിടെ കടന്നു പോകുന്ന വാഹനങ്ങൾ ഞാൻ ശ്രദ്ധിക്കുകയായിരുന്നു, കൂടുതലും അൻവറാണ്. ഇതിലെ കടന്നുപോയത് ഒരു 5-6 വാഹനങ്ങൾ പോയിട്ടുണ്ടെങ്കിൽ അത് 4-5 എണ്ണം അൻവറുമായി ബന്ധപ്പെട്ടാണ്. അപ്പോൾ അൻവർ തന്നെയാണ് സ്വാഭാവികമായിട്ട് ഇവിടുത്തെ പ്രധാനപ്പെട്ട ചർച്ച. ജയിക്കുന്നത് ഞാനിപ്പോഴും വിചാരിക്കുന്നത് ആര്യാടൻ ഷൗക്കത്തോ സ്വരാജോ അവർ രണ്ടുപേരിൽ ആരെങ്കിലും ആയിരിക്കും. ഇതൊരു ത്രികോണ മത്സരം എന്നൊക്കെ അതിശക്തമായിട്ട് പറയാൻ പാകത്തിനില്ല. റിസൾട്ട് വരുമ്പോൾ എന്തായാലും ഇവർ രണ്ടുപേരിൽ ആരെങ്കിലും തന്നെയായിരിക്കും വിജയിച്ചിരിക്കുകയെന്ന് പറയാനുള്ള ധൈര്യം എനിക്ക് ഇപ്പോഴുണ്ട്. പക്ഷേ അൻവർ തന്നെയാണ് സീന് നിർണ്ണയിക്കുക, അല്ലേ? തീർച്ചയായും, അതിലൊരു സംശയമില്ല. കാരണം അൻവർ ഇവിടെ ഉണ്ടാക്കിയിരിക്കുന്ന ഇമ്പാക്റ്റ് കഴിഞ്ഞ ആഴ്ച ഉണ്ടായിരുന്നതല്ല ഈ ആഴ്ച എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. 2 ആഴ്ചകളിലാണ് നമ്മളിവിടെ വന്നത്, അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. അൻവർ വളരെ കൃത്യമായൊരു ഇമ്പാക്റ്റ് ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. അയാൾ എത്ര വോട്ട് പിടിക്കുമെന്നുള്ളതൊക്കെ രണ്ടാമത്തെ കാര്യമാണ്. പക്ഷേ എല്ലായിടത്തും മണ്ഡലത്തിൻ്റെ മുക്കും മൂലയിലും അൻവറുണ്ട്, അൻവറിൻ്റെ സാന്നിധ്യമുണ്ട്. അൻവറിനെ കുറിച്ച് ആളുകൾ പറയുന്നുണ്ട്. നമ്മൾ ചായ കുടിക്കാൻ പോകുമ്പോഴും ഭക്ഷണം കഴിക്കാൻ പോകുമ്പോഴും ഓട്ടോറിക്ഷ തൊഴിലാളി എല്ലാവരോടും കാണുന്നവരോടൊക്കെ ഇത് ചോദിക്കുന്നുണ്ട്. ഇതെന്താ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ് യഥാർത്ഥത്തിൽ. അതുകൊണ്ടാണ് ഇങ്ങനെ ചോദിക്കുന്നത്. അപ്പോൾ ആളുകൾ അൻവറിൻ്റെ പേര് പറയുന്നവരുണ്ട്. ഷൗക്കത്ത് ജയിക്കും പക്ഷേ അൻവർ വോട്ട് പിടിക്കും, അല്ലെങ്കിൽ സ്വരാജ് ജയിക്കും എന്നാൽ അൻവർ വോട്ട് പിടിക്കും എന്ന് പറയുന്ന തരത്തിൽ UDF കാരായാലും LDF കാരായാലും ഒക്കെ അങ്ങനെ സംസാരിക്കുന്ന തരത്തിൽ നമ്മളിപ്പോൾ ഒരുപക്ഷെ അൻവർ ഈ മുന്നണിയിലൊന്നും ഇല്ലയെന്ന് പറഞ്ഞാൽ വളരെ ഒരു ദയനീയമായ ഒരു സാഹചര്യത്തിൽ നിന്ന് വളരെ വലിയൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കി മുമ്പോട്ട് കടന്നു വരാൻ അൻവറിന് കഴിഞ്ഞിട്ട് അൻവർ ചർച്ചയായി നിലനിൽക്കാൻ അൻവർ ഇപ്പോൾ കഴിഞ്ഞു എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട